Good morning, students. Now, we will trigonometry problems. If sin x plus cos x is equal to root 2, then sin x cos x. 5 option കൊടുത്തിട്ടുണ്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് sin x plus cos x is equal to root. ഈ ഇക്വേഷൻ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് രണ്ട് വശത്തും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin x plus cos x നെ സ്ക്വയർ ചെയ്യുമ്പോൾ sin square x plus cos square x plus 2 sin x cos x. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? റൂട്ട് 2 എന്നുള്ളത് 2 ആയിട്ട്. sin square x plus cos square x എന്താണ്? 1 ആണ്. 1 plus 2 sin x cos x is equal to 2. അപ്പോൾ 2 sin x cos x എന്താവും? 2 minus 1 1. Therefore sin x cos x ന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടുന്നത്? 1/2. ഓപ്ഷൻ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി is the correct answer. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ sin x plus cos x is equal to root 2 എന്നുള്ളതിനെ നമ്മൾ രണ്ട് വശത്തും സ്ക്വയർ ചെയ്തു. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ a plus b whole square എന്താണ്? a square plus b square plus 2ab. ഇവിടെ sin square x plus cos square x plus 2 sin x cos x is equal to 2. ഈ sin square x plus cos square x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 ആണ്. അപ്പോൾ 1 plus 2 sin x cos x is equal to root 2. Therefore 2 sin x cos x is equal to എന്താണ്? ഈ 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ 2 minus 1 1. Therefore sin x cos x എന്താണ്? 1/2. Option B is the correct answer. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത problem number 2. If tan theta is equal to 1/2 and tan pi is equal to 1/3, then tan 2 theta plus pi. Option A 3/4, option B 4/3, option C 1/3, D option D 3, E 1. അഞ്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇതാണ് tan theta is equal to 1/2 and tan phi is equal to 1/3 ആണെങ്കിൽ tan 2 theta plus phi യുടെ വാല്യൂ ആണ് കണ്ടത്. tan 2 theta plus phi നമുക്കൊരു ഫോർമുല ഉണ്ട്. tan a plus b യുടെ ഫോർമുല എന്താണ്? tan a plus tan b divided by 1 minus tan a tan b. ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ tan 2 theta plus tan pi divided by 1 minus tan 2 theta tan. ഇതിൽ tan phi യുടെ വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് tan phi യുടെ വാല്യൂ? 1/3. tan 2 theta യുടെ വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ tan 2 theta യുടെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. tan 2 theta ക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? tan theta is equal to 2 tan theta divided by 1 minus tan square. 2 into tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. 1 minus 1/4. That is 2 cancel into 1 divided by 4 minus 1. അപ്പോൾ 3/4. ആൻസർ എത്ര കിട്ടും? 4/2. അപ്പോൾ നമ്മൾ tan 2 theta നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചപ്പോൾ എത്ര ആൻസർ കിട്ടിയേ? 4/2. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/3 പ്ലസ് tan phi എത്രയാ? 1/3. 1 minus 4/3 into 1/3. That is 5/3 divided by ഇവിടെ 9 minus 4. 9 minus 4 എന്ന് പറയുമ്പോൾ 5 divided by ഈ 5 വെച്ച് ക്യാൻസൽ ചെയ്തു. 9 മുകളിലോട്ട് കയറും. 9/3. The answer will be 3. ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ നമ്മൾ tan 2 theta എന്നുള്ളത് കണ്ടുപിടിച്ചു. tan 2 theta കാണാനുള്ള ഫോർമുല എന്താണ്? 2 tan theta divided by 1 minus tan square theta. പിന്നെ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ചു? tan a plus b യുടെ ഫോർമുല ഉപയോഗിച്ചു. tan a plus b എന്താണ്? tan a plus tan b divided by
1 minus tan A tan B. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്മുടെ ആൻസർ 3 എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഓപ്ഷൻ ടി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം 3. മൂന്നാമത്തെ പ്രോബ്ലം. If tan A minus tan B is equal to x and cot B minus cot A is equal to y, then cot A minus B is option ഏതൊക്കെയാണ്? 1 by x minus y, B 1 by x plus y, option C 1 by x plus y, 1 by x minus 1 by y, 1 by x plus 1 by y. അങ്ങനെ 5 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് ശരി നോക്കണം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോട്ട് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കുന്നത്. കോട്ട് എ മൈനസ് ബിയുടെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. കോട്ട് എ മൈനസ് എന്താണ്? കോട്ട് എ മൈനസ് ബിയുടെ ഫോർമുല. കോട്ട് എ മൈനസ് ബിയുടെ ഫോർമുല ഇതാണ്. കോട്ട് എ കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എ കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി മൈനസ് കോട്ട്. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കുക. കോട്ട് എ മൈനസ് ബിയുടെ ഫോർമുല കോട്ട് എ കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി മൈനസ് കോട്ട് എ. ഇതാണ് ഫോർമുല. അപ്പൊ ഈ ഫോർമുലയില് കോട്ട് ബി മൈനസ് കോട്ട് എ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാ പറഞ്ഞേക്കണേ? y എന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ട് എ കോട്ട് ബി തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? tan A minus tan B, tan A minus tan B is equal to x. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 by cot A minus cot B is equal to x. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ cot B minus cot A divided by cot A cot B is equal to x. ഇനി cot B minus cot A എന്താണ്? y ആണ്. divided by cot A cot B is equal to നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ആൻസർ x. നമുക്കിവിടെ cot A cot B വേണം അല്ലെ? cot A cot B വേണം. അപ്പോ cot A cot B into x is equal to y. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore cot A cot B എന്ന് പറഞ്ഞാൽ എന്താണ്? y by x. അപ്പൊ നമ്മൾ cot A cot B നമ്മൾ കണ്ടുപിടിച്ചു. cot A cot B എവിടെ നിന്ന് കണ്ടുപിടിച്ചു? നമ്മൾ tan A minus tan B യിൽ നിന്ന് cot A cot B കണ്ടുപിടിച്ചു. അപ്പൊ cot A cot B കിട്ടി, cot B minus cot A കിട്ടി. therefore നമുക്ക് cot A minus B കണ്ടുപിടിക്കാം. cot A minus B cot A cot B എത്രയാണ്? y by x plus 1 divided by cot B minus cot A എന്താണ്? y ആണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y plus x divided by xy. That is ഒന്നൊരു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y by xy എന്ന് പറഞ്ഞാൽ എന്താണ്? y by ക്യാൻസൽ ചെയ്യും 1 by x വരും. x by xy എന്ന് പറഞ്ഞാൽ x ക്യാൻസൽ ചെയ്യും 1 by വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1 by x plus 1 by y. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കിയേ? 1 by x plus 1 by y എന്നുള്ള ആൻസർ 1 by x plus 1 by y. അതെ, ഓപ്ഷൻ ഇ is the correct answer. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 1 by x plus 1 by y. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. cot A minus B യുടെ ഫോർമുല അറിഞ്ഞിരിക്കണം. cot A minus B ഫോർമുല എന്താണ്? cot A cot B plus 1 divided by cot B minus cot A. ഇനി നമുക്ക് ആ ഫോർമുല അറിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? tan A minus B യുടെ ഫോർമുല നമുക്ക് അറിയാം. എന്താണ് tan A minus B യുടെ ഫോർമുല? tan A minus tan B divided by 1 plus tan A tan B. ആ tan ഒക്കെ കോട്ടിലേക്ക് കൺവെർട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് cot A minus B യുടെ ഫോർമുല. അപ്പോൾ cot A minus B യുടെ ഫോർമുല അറിയാവുന്ന കുട്ടികളെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല എഴുതാം. ഇൻ കേസ് cot A minus B യുടെ ഫോർമുല അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? tan A minus B യുടെ ഫോർമുല അറിയാം. tan A minus B എന്താണ്? tan A minus tan B divided by 1 plus tan A tan B. ആ tan ഒക്കെ നമ്മൾ കോട്ടിലോട്ട് കൊണ്ടുപോകാം. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കോട്ടിലോട്ട് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് cot A minus B. അപ്പൊ അങ്ങനെ ഒരു ഫോർമുല കിട്ടി കഴിയുമ്പോൾ ഒരു cot B minus cot A നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, y എന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ കോട്ട് എ കോട്ട് ബി നമ്മുടെ കയ്യിലില്ല. ആ കോട്ട് എ കോട്ട് ബി കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. ടാൻ എ മൈനസ് ടാൻ ബി ഈക്വൽ ടു എക്സ് ആണ്. ഈ ടാൻ എ മൈനസ് ടാൻ ബി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ അതിന് എന്ത് എഴുതാം? 1 കോട്ട് എ മൈനസ് 1 കോട്ട് ബി എഴുതി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? കോട്ട് എ കോട്ട് ബി എന്നുള്ളത് y by x. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1 by x പ്ലസ് 1 by y. അതായത് കോട്ട് എ മൈനസ് ബി ഈക്വൽ ടു y by x പ്ലസ് 1 ഡിവൈഡ് ബൈ y. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y പ്ലസ് x ബൈ x y കിട്ടും. നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇവിടെ y കട്ട് ചെയ്യും 1 by x വരും, ഇവിടെ x കട്ടാവും 1 by y വരും. ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ട്രിഗണോമെട്രിയിൽ ധാരാളം നിങ്ങൾ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ.